دائما أبدا على حبيبك خير الخلق كلهم. അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാലിനോട് കേണപേക്ഷിച്ചിട്ട് പോലും പുണ്യ നബിയോട് ഒരു സഹകരണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾക്കെതിരെ ഭ്രാന്തന്മാരെയും ബുദ്ധിയില്ലാത്ത ചെറുക്കന്മാരെയും ഇളക്കിവിട്ട് അവരെ കൊണ്ട് കല്ലെറിയിച്ചുകൊണ്ട് മക്കയിലേക്ക് ഓടിച്ചു കളഞ്ഞു ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബാബുകൾ മുഴുവനും മുമ്പിൽ നഷ്ടപ്പെടുകയാണ്. സംരക്ഷണം കിട്ടുന്ന ഖദീജയും അബൂ താലിബ് എന്നവരും രണ്ടുപേരും കഴിഞ്ഞു. പുണ്യ നബിയുടെ ഉമ്മയുടെ കുടുംബക്കാരാണ് തഖീഫുകാർ, ത്വായിഫുകാർ. അവരും ഹബീബിനെ കൈയൊഴിഞ്ഞു. ഇനി ആരാണ് സംരക്ഷണം? അമ്മൻ യുജീബുൽ മുൾതറ ഇദാ ദആഹു വയക്ഷിഫുസ്സൂ. ഒരു മനുഷ്യൻ അങ്ങ് കുടുങ്ങിക്കഴിഞ്ഞാൽ, തൊട്ടു മുമ്പിൽ പരീക്ഷണങ്ങളുടെ സാഗരത്തിനടുവിൽ പെട്ട് കഴിഞ്ഞാൽ, ഒരു നിലക്കും രക്ഷപ്പെടാൻ വഴിയില്ലാതെ വരുമ്പോൾ, രോഗം കൊണ്ട് കുടുങ്ങുമ്പോ ഡോക്ടർമാര് പോലും കൈയൊഴിയുമ്പോൾ ഇത് മരണത്തിൽ അവസാനിക്കുന്ന രോഗമാണ് എന്ന് അവനവന്റെ വേണ്ടപ്പെട്ടവരോട് ഡോക്ടർമാർ ചെവിയിൽ പറയുമ്പോ, കടം വിടാനുള്ള വഴികളൊന്നും മുമ്പിൽ കാണാതെ വരുമ്പോ, ഇരുട്ടാകുമ്പോ, ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരീക്ഷണത്തിന്റെ കറുത്ത നഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോ, അമ്മൻ യുജീബുൽ മുൾതറ ഇദാ ദആ. അല്ലാഹുവേ, പടച്ചവനെ എന്ന് റബ്ബിനെ വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആ മനുഷ്യൻ ഉത്തരം കൊടുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അല്ലാഹ് ഇടപെടും. നിങ്ങൾ അങ്ങനെ ചോദിക്കണം. ചെറിയൊരു പനി പറ്റുന്നൊക്കെ ഉള്ളൂ, അതിനൊന്നും ഇപ്പൊ കാര്യമായ ദുആ നിങ്ങൾ ദ്വാരിക്കൂല. അത് നമ്മൾ ഡോക്ടറെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഉബൈദ ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ? അരീക്കോട്ടരൊക്കെ എപ്പോഴും പോകുന്ന ഡോക്ടർ അല്ലേ? ഡോക്ടർമാർ ചെയ്യുന്ന സേവനം ഭയങ്കര വലുതാണ്. അല്ലാഹുവിற்கு അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അത് ഭയങ്കര സേവനമാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്, ഇപ്പൊ എന്താ 2 ദിവസം കുടിച്ചാൽ മാറും. അങ്ങനത്തെ ഒരവസ്ഥയിൽ ദ്വാരക്കുന്ന ദ്വാക്ക് വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. നേരെ മറിച്ചേ റിസൾട്ട് വന്നിട്ടുണ്ട്, ബോംബെക്ക് അയച്ചതാ, അത് സംഗതി മറ്റേതാ, കഴിഞ്ഞു, പിന്നെ ലൈഫ് തീർന്നു. ഇനിയിപ്പോ 2-3 ആഴ്ച, ഒരു 2-3 മാസം പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കാണാൻ വരും. അപ്പൊ നമുക്കൊന്ന് രോഗികളെ കാണാൻ പോകുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് നമ്മളൊരു കുഴപ്പമാണ്. പിന്നെ വലിയ അസുഖം അല്ലേ. ഇന്നലെ നമ്മളെ അയലോകത്തിൽ കൊണ്ടിപ്പോ മരിച്ചു. ഓക്കു തന്നെ അസുഖ പറയാ ഈ രോഗിനോട് വന്നിട്ട് ഒരു കാര്യമായ നസീഹത്തക്കാരെ പോലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇങ്ങനെയല്ല പറയേണ്ടത്, മിണ്ടാണ്ടിരുന്നാൽ മതി, എന്നാൽ തന്നെ വലിയ സമാധാനമാണ്. കുട്ടികളും മക്കളൊക്കെ മരിച്ചു പോകുമ്പോഴേ ആ മരിച്ചുപോയ കുട്ടിയുടെ വേദന ഇവർ മറക്കാൻ ശ്രമിക്കുമ്പോ, ഓ വല്ലാത്ത കുട്ടിയനില്ലേ, എന്തോ ഒരു ചുരുക്കുള്ള കുട്ടിയന്, ആ കുട്ടിയൊക്കെ ഇങ്ങനെ പോകും. നമ്മൾ ആരെങ്കിലും അപ്പൊ ആ ഉമ്മാക്ക് വീണ്ടും സങ്കടമായി, പിന്നെ വീണ്ടും കുഴങ്ങി വീണു. അപ്പൊ ഈ വരുന്നവർക്ക് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പൊന്നാര പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾ പോയിട്ട് സലാം പറഞ്ഞു പോന്നാൽ മതി. ആ മരിച്ച കഥയും അസുഖം വന്ന കഥയൊന്നും പറയരുത്. ഒരു രോഗസന്ദർശനം ചുരുക്കണം എന്നാണ് അവിടെ വന്ന് പറയുന്ന വാക്ക്. അത് നമുക്കാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുക എന്ന് ആദ്യം ആലോചിക്കണം. വിഷമമാണ്. ഒരു വലിയ അസുഖം, അള്ളാഹു നിങ്ങൾക്ക് അസുഖം ഷിഫയാക്കി തരട്ടെ എന്നാ പറയുന്നത്. 95 വയസ്സ് 98 വയസ്സ് പ്രായമായി കിടക്കുന്ന ഒരു ഉപ്പാപ്പാക്കാണ്, ഒരു വല്യപ്പക്കാണ് ക്യാൻസർ വന്ന് വിചാരിക്കുക. അള്ളാഹിനോട് പറയേണ്ടത് റബ്ബേ ആ മനുഷ്യൻ ഷിഫയാക്കി കൊടുക്കണേന്നാ. നമ്മൾ മനസ്സിലുള്ള ഇപ്പൊ അത്യാവശ്യം സെഞ്ചുറി അടിക്കാനായാലും ഇനി പൊയ്ക്കോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അള്ളാഹുവേ ഷിഫ കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹ്ക്ക് 200 വയസ്സ് വരെ ഏൽപ്പിച്ചുകൂടെ, അതിനപ്പുറത്തേക്ക് അള്ളാഹ് ആയുസ് കൊടുത്തൂടെ? ഷിഫായിന് വേണ്ടി അത് വരയ്ക്കേണ്ടത്. ഏത് ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ഷിഫ കൊടുക്കണേ എന്നാ പറയേണ്ടത്. ഡോക്ടർമാർ പറയില്ല എന്നൊക്കെ. അള്ളാഹിന്റെ അടുത്ത് എന്തിനാ കുറവുള്ളത്? അള്ളാഹു ഷിഫ. എത്ര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എത്ര അത്ഭുതങ്ങൾ. ഡോക്ടർമാർ ഒഴിവാക്കി വിട്ട കേസ് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് എനിക്കറിയാം. ഡോക്ടർമാർ ഒഴിവാക്കി വിട്ടിട്ട് ഇപ്പൊ 25 കൊല്ലായി ആ മനുഷ്യൻ ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല. അന്ന് പറഞ്ഞ 6 മാസം കൊണ്ട് തീരുട്ടോ, തീർന്നിട്ടില്ല. അള്ളാഹ് ആയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പ്രയാസമുള്ള വാക്കുകളല്ല പറയേണ്ടത്, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാം. ദുആ ചെയ്തു കൊടുക്കുക.
എല്ലാ വഴികളും അടയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തുന്ന മനുഷ്യന്റെ കൈകൾക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? നമുക്ക് അങ്ങനെ ചോദിക്കാൻ അറിയണം, പടച്ചവനോട് അങ്ങനെ ദുആ ചെയ്യാൻ അറിയണം. അതൊരു അറിവാണ്. നമുക്ക് പലപ്പോഴും ദ്വാരക്കാൻ അറിയില്ല. നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാണ് അള്ളാഹുവിനോട്. പടച്ചതമ്പുരാന്റെ മഹത്വം മനസ്സിലാക്കാതെ അള്ളാഹുവെ എന്നെ റോട്ട് കടന്ന് മരിപ്പിക്കല്ലേ, എനിക്ക് എന്താ പറയാ കീറി മുറിക്കണ അസുഖം തരല്ലേ, എനിക്ക് ജലദോഷം തരല്ലേ, എന്നെ എന്താ തരേണ്ടത്? മരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഐബ് വരുന്ന അസുഖം, കിടപ്പിലായി പോകുന്ന അസുഖം, മാരകമായ അസുഖം, അങ്ങനെയൊക്കെ പറയുന്നൊരു അദബാണ്. അല്ലാതെ ഒരു അസുഖം വരുത്തല്ലേ എന്ന് പറഞ്ഞ് പിന്നെ പടച്ചവൻ എന്ത് അസുഖത്തിന് കൊടുക്കുക? ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമല്ലേ, എന്തെങ്കിലും പരീക്ഷണം ഇല്ലാണ്ടിരിക്കോ? അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, പക്ഷെ റബ്ബിനോട് ചില അദബോടുകൂടെ ചോദിക്കണം എന്ന ചില കാര്യങ്ങൾ. അള്ളാഹുവെ ഞങ്ങളെ കുഴക്കല്ലേ, അങ്ങനെ പറയരുത്. അള്ളാഹുവെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ, പടച്ചവനെ ഞങ്ങളെ രോഗികളാക്കി ഇട്ട് കളയല്ലേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവെ രോഗം കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണം തരരുതേ റബ്ബേ, അത് തരുകയാണെങ്കിൽ അത് ക്ഷമിക്കാനുള്ള കരുത്തും സബറും ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയരുത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, കുടിക്കാൻ തരുന്നത് എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായാൽ അവനാണ് ശിഫ തരുന്നത്. എന്താ പറയേണ്ടത്? എന്നെ രോഗിയാക്കുന്നത് അല്ലാഹു അല്ലേ? എന്റെ റബ്ബ് എന്നെ രോഗിയാക്കിയാൽ അവൻ തന്നെയാണ് ശിഫ തരുന്നത് എന്ന് പറയേണ്ടിടത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കെന്താ? ഞാൻ രോഗിയായാൽ അല്ല എന്നെ രോഗിയാക്കുക എന്ന റബ്ബിനെ കുറിച്ച് പറയുന്നത് അദബുകേടാണ്. സംഗതി അല്ല ചെയ്യുന്ന പണി തന്നെയാണ്, പക്ഷെ അള്ളാഹുലേക്ക് അത് ചേർത്താൻ പാടില്ല. അതൊരു അദബാണ്, പടച്ചവനോട് പറയേണ്ട ഒരു ബഹുമാനമാണ്. പിന്നൊരു കാര്യം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഓന് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറയില്ലേ, ഈ ഓൻ എന്നൊക്കെ പറയണ വർത്താനം എന്താ തിരിഞ്ഞിട്ടുണ്ട്? ആരെ പറ്റി പറയണത്? റസൂലുള്ളാഹി തങ്ങളെ പറ്റി നമ്മൾ അങ്ങനെ പറയോ? പറയില്ല. അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയുന്നത് അവർ എന്ന് പറയുമ്പോ അള്ളാഹു ഒന്നിലേറെയുണ്ടോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു ഏകനാണ്, ഒരുവനാണ് എന്ന് പറയാൻ മലയാളത്തിൽ പിന്നെ വേറെ വാക്കില്ല. നീ എന്ന റബ്ബിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്ന് പറയുമ്പോൾ 4 ആൾക്കും 3 ആൾക്കും പറയുന്ന വാക്കാണ് നിങ്ങൾ. അല്ല ഒന്നിലേറെയുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് റബ്ബ് ഏകനാണെന്ന് വരുത്താനാ നീ അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെറുക്കന്മാരെ വിളിക്കണ വിളിയല്ലാതെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ പരമമായ ബഹുമാനത്തിലെ ആ വാക്ക് പറയാൻ പാടുള്ളൂ. അള്ളാഹുവെ അങ്ങ് എന്ന് റബ്ബിനെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ അതാ പറയേണ്ടത്. അവിടെ നമ്മൾ ഈ ഓന് അള്ളാഹിനെ പറ്റി നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ നിങ്ങളെ കൊണ്ടായിട്ടില്ലല്ലേ? ഖുർആൻ ചോദിക്കാൻ. അള്ളാഹ് കുട്ടികളെയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഭാഷയിൽ വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നത്. അള്ളാഹു ആണായതുകൊണ്ടല്ല, അവൾ എന്ന് പറഞ്ഞ പെണ്ണായി. അള്ളാഹുവിനെ പറ്റി ഇംഗ്ലീഷ് പറയുമ്പോ ഹി എന്ന് പറയും, അവൻ. എന്തേ ഷീ എന്ന് പറഞ്ഞ പെണ്ണാണ്. പിന്നെ ഏകത്വം പറയും ഇറ്റ്സ്, അത് ജീവനില്ലാത്ത സാധനങ്ങൾക്കും പറയുന്ന പേരാ. അത് അള്ളാഹു ഹയ്യാൻ, അള്ളാഹ് ജീവിച്ചിരിപ്പുള്ളവനാണ്. പിന്നെന്താ പറയേണ്ടത്? ഹി. അത്രേ ഉള്ളൂ. അള്ളാഹ് ആണായതുകൊണ്ട്. വേറെ ഭാഷയിൽ വേറെ വാക്കില്ല. അതുകൊണ്ടാണ് ഉറുദുവിൽ മാത്രമാണ് ഖുദാ, അത് സ്ത്രീലിംഗം അല്ല പുല്ലിംഗം അല്ല എന്ന ഖുദാ ആ വാക്ക്. അങ്ങനെ ഒരു വാക്ക് ഉറുദു ഭാഷയിലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഖുദാ, തു, ആപ് എന്നൊക്കെ അള്ളാഹിനെ പറ്റി പറയും. ശരിയാണ്. അങ്ങ് എന്നാണ് വാക്കിന്റെ അർത്ഥം. അള്ളാഹുവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടു ശീലല്ല. പക്ഷെ എന്റെ കാരുണ്യം തരണേ, ആരുടെ അയലോകത്തെ ചെക്കനോട് പറഞ്ഞ പോലെ പറയാ. നമ്മൾ അങ്ങനെയല്ല അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് നമുക്ക് ജീവൻ തന്ന അള്ളാഹു അല്ലാതെ ആരാ? അത് കഴിഞ്ഞാൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, പിന്നെ നമ്മുടെ മാതാപിതാക്കള്, പിന്നെ നമ്മുടെ ഉസ്താദുമാര്, ഗുരുനാഥന്മാർ, അങ്ങനെ പോകും താഴേക്ക്. ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കേണ്ടതാണ്. അല്ലാമ ഇഖ്ബാൽ പറയും, സ്നേഹം അതിരുകവിഞ്ഞ് സ്നേഹവും അനുരാഗവും അതിന്റെ മൂർധന്യ ദശയിലെത്തിയാൽ നീ എന്ന് പറയും. അത് സ്നേഹത്തിന്റെ പരമമാണ്. അതിന്റെ പാരമ്യത്തിലെത്തുമ്പോ പറയുന്ന വാക്കാണ് നീ എന്ന് പറയുന്നത്. അത്രയും അടുപ്പം അല്ലാഹുവിനോട് തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് അത്രേ. അതുകൊണ്ട് പറയുമ്പോ ശ്രദ്ധിക്കണേ. അല്ലാഹുവേ നീ എന്ന് പറയുമ്പോഴേ ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആ ബഹുമാനത്തിലേ പറയാവൂ. അള്ളാഹു റബ്ബിനെ ബഹുമാനിക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ആരെയാ പിന്നെ ബഹുമാനിക്കാം? അതുകൊണ്ട് റബ്ബേ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ ആര് നമുക്ക് കരുണ തരാനാണ്?